പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ച റിലീസ് ചെയ്ത ടൊവിനോ തോമസിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഐഡന്റിറ്റി. ഐഡന്റിറ്റി എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഹോളിവുഡ് ത്രില്ലർ മൂവികൾ മേക്ക് ചെയ്യുന്നത് പോലെ ആ ഗണത്തിൽ മലയാളത്തിലേക്ക് ചേർത്ത് വെക്കാവുന്ന അല്ലെങ്കിൽ പറയാവുന്ന ഒരു സിനിമയാണ് ഐഡന്റിറ്റി എന്ന കാര്യത്തിൽ നമുക്ക് നിസ്തർക്കമായി തന്നെ പറയാം. അതായത് മലയാളത്തിൽ ഹോളിവുഡ് സ്റ്റൈലുള്ള ഒരു തിരക്കഥയും അത്തരത്തിലുള്ള ഒരു ത്രില്ലറും ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് അവ്യക്തതകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമ. ഫസ്റ്റ് ഹാഫിന്റെ പോക്ക് തന്നെ അങ്ങനെയാണ്. ചില സിനിമയൊക്കെ ഉണ്ടല്ലോ, കഥാപാത്രങ്ങളെ ബിൽഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ഇത് അങ്ങനെയൊന്നുമില്ല. നേരെ അങ്ങോട്ട് എന്താ പറയുക, കഥയിലെ മർമ്മപ്രധാനമായിട്ടുള്ള സംഭവങ്ങളിലേക്ക് സിനിമ തുടക്കത്തിൽ തന്നെ കയറി പോവാണ്. പക്ഷെ തുടക്കത്തിൽ കയറി പോകുമ്പോൾ പ്രേക്ഷകന് ഒരുപാട് അവ്യക്തതകൾ സമ്മാനിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. പിന്നെ സംഭവിക്കുന്ന ചില സിനിമകൾ ഈ രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു സംഭവം ഓപ്പൺ ചെയ്യും സിനിമയിൽ. ആ സംഭവം എൻഡ് ചെയ്യാതെ മറ്റൊരു സ്ഥലത്തെ മറ്റൊരു സംഭവം ഓപ്പൺ ചെയ്യും. ഇങ്ങനെ കുറേ ഫോൾഡറുകൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിടും. പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ ഈ ഫോൾഡറുകൾ ഓപ്പൺ ചെയ്ത ഫോൾഡറുകൾക്കെല്ലാം ഒരു കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷനിലേക്കാണ് പിന്നീട് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ എത്തിച്ചേരുക. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫോൾഡറുകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ അല്ലെങ്കിൽ പശ്ചാത്തലങ്ങളെല്ലാം കൂട്ടിയിണക്കുന്ന ഒരു കണ്ണി പിന്നീട് ഉണ്ടാവും. അല്ലെങ്കിൽ വില്ലനായാലും നായകനായാലും ഈ കഥാപാത്രങ്ങൾ ഈ സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ അവർക്കൊരു കണക്ഷൻ ഉണ്ടാവും. അതാണ് സിനിമയുടെ ഒരു ഇത്തരം സിനിമകളുടെ ചില സിനിമകളുടെയൊക്കെ ഒരു പാറ്റേൺ. ആ രീതിയിലുള്ള ഒരു പാറ്റേൺ പിടിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. അത് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ച് ഹൈ ലെവൽ സ്ക്രിപ്റ്റിലേക്ക് പോയി, കുറച്ചുകൂടെ സങ്കീർണമായ ഒരു സ്ക്രിപ്റ്റ് രീതിയിലേക്കാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും മേക്കിങ്ങും നടത്തിയിട്ടുള്ളത്. അതിൽ അഖിൽ പോൾ അതുപോലെ തന്നെ അനസ് ഖാൻ ഇവർ രണ്ടുപേര് ചേർന്നാണ് ഇതിന്റെ എഴുത്ത് നിർവഹിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഈ രണ്ടുപേരാണ്. ഇരട്ട സംവിധായകരും എഴുത്തുകാരുമാണ്. ഇവരുടെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സിനിമാ സംരംഭമാണിത്. അത് ഗംഭീരമായി ഒരു എബോവ് ആവറേജ് നിലവാരത്തിലുള്ള എഴുത്തും മേക്കിങ്ങും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സിനിമയിൽ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ക്രൈം ത്രില്ലർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, കുറ്റാന്വേഷണം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഐഡന്റിറ്റി എന്ന് പറയുന്ന ടൊവിനോയുടെ ഈ സിനിമ ഒട്ടും നിരാശപ്പെടുത്തില്ല. കുറച്ച് സങ്കീർണമാണ് തിരക്കഥയും മേക്കിങ്ങും എന്ന കാര്യത്തിൽ തർക്കമില്ല, അത് സമ്മതിക്കുന്നു. എങ്കിലും അവിടെ നമ്മളെ പിടിച്ചിരുത്തുന്ന മേക്കിംഗ് ശൈലിയും ആകാംക്ഷയുടെ മുൾമുനയിലേക്ക് കൊണ്ടുപോകുന്ന ഒട്ടേറെ കഥാസന്ദർഭങ്ങളും ഈ സിനിമ ഒരുക്കി വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ സിനിമ കുറച്ചുകൂടി ഊർജ്ജസ്വലമാവും. ഫസ്റ്റ് ഹാഫിൽ അങ്ങനെയാണല്ലോ, ചില ഫോൾഡറുകളൊക്കെ തുറന്ന് അതിങ്ങനെ ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു സമയം സിനിമയുടെ തിരക്കഥയിൽ ആവശ്യമായി വന്നിട്ടുണ്ട്. എങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ തേടാൻ വേണ്ടിയുള്ള വ്യഗ്രത നമുക്ക് പ്രേക്ഷകനും ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഥാപാത്രങ്ങളെയും ആ രീതിയിലേക്ക് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്ക്രീനിൽ നിന്നും കഥയും കഥാപാത്രങ്ങളും നമ്മളെ തൊടുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യിക്കുമ്പോഴാണ്. ഇതിലെ ഹരൺ എന്ന് പറയുന്ന ടൊവിനോയുടെ കഥാപാത്രമായാലും വില്ലൻ കഥാപാത്രമായിട്ടുള്ള നമ്മുടെ വിനയ് റായിയുടെ പെർഫോമൻസിനെ കുറിച്ച് ഭയങ്കരമായി എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഗെറ്റപ്പ്, സെറ്റപ്പ്, അഭിനയം, ഇത് ആരോ എഴുതി കണ്ടു, ടൊവിനോയുടെ മേലെങ്കിലും ഒരു പൊടിക്ക് മേലെങ്കിലും നിൽക്കുന്ന വില്ലൻ എന്ന രീതിയിൽ കണ്ടു. എനിക്കും അങ്ങനെ തോന്നി, ഞങ്ങൾ കണ്ടവർക്കും ആ രീതിയിലാണ് തോന്നിയത്. എന്തായാലും കിടുക്കാച്ചി വില്ലൻ, പിന്നെ വന്ന് അഭിനയിക്കുന്നവരൊക്കെ മികച്ച രീതിയിലുള്ള പ്രകടനം നടത്തിയിട്ടുള്ളൊരു സിനിമ കൂടിയാണ് ഐഡന്റിറ്റി. ഫൈനൽ ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന സമയത്ത് ഒരു കാർ ചേസിങ് സീനൊക്കെ അതിഗംഭീരമാണ്. അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുള്ളതും സൂപ്പറാണ്. അതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നു. ഒപ്പം ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന ആളെയും നമുക്ക് പ്രശംസിക്കേണ്ടതുണ്ട്. ആ ഫൈറ്റ് സീനൊക്കെ നന്നായി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയറക്ടേഴ്സിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഭാവിയിൽ മലയാള സിനിമയിലെ മികച്ച രണ്ട് എഴുത്തുകാരും അതുപോലെ തന്നെ സംവിധായകരും ആവും ഇവർ രണ്ടുപേരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കിക്കേണ്ടതില്ല. തമിഴ്നാട്ടിലൊക്കെ
ഈ സിനിമയ്ക്ക് നല്ല വരവേൽപ്പാണ് ലഭിക്കുന്നത്. അതിന് കാരണം കൂടിയുണ്ട്. ഇതിന്റെ ഒരു വശത്ത് ടൊവിനോയ്ക്ക് തുല്യമായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് തമിഴ് നടിയായിട്ടുള്ള തൃഷയാണ്. അപ്പൊ തൃഷ കൂടി ഈ സിനിമയിൽ വന്നത് തമിഴ്നാട്ടിൽ കൂടി ഈ സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ത്രില്ലർ മൂവി, ത്രില്ലർ ഡ്രാമ പാറ്റേണിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് മികച്ച ഒരു അനുഭവമായിരിക്കും. ഐഡന്റിറ്റി തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാവുന്ന ഒരു നല്ല മൂവി ആയിരിക്കും. ഒപ്പം എടുത്തു പറയേണ്ടത് സെക്കൻഡ് ഹാഫിൽ കുറച്ച് സങ്കീർണമായ അവസ്ഥയിലേക്ക് സിനിമ സഞ്ചരിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന കഥയും തിരക്കഥയുമാണ് ഉണ്ട്, മേക്കിങ്ങുമാണ്. അപ്പോൾ അതിങ്ങനെ വേർതിരിച്ചെടുക്കാനൊക്കെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അത്ര കഠിനമായ രീതിയിലേക്കും പോയിട്ടുണ്ട്. അതൊരു പക്ഷെ നെഗറ്റീവ് അടിക്കാനും ചില ആളുകൾക്കെങ്കിലും ആ രീതിയിൽ ഒന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് പറയാനും സാധ്യതയുണ്ട്. പറയുമ്പോൾ എല്ലാം പറയണല്ലോ. എന്തായാലും എന്നിലെ പ്രേക്ഷകനെ വളരെ നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ, തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയാണ് ഐഡന്റിറ്റി.